കുഴപ്പമില്ല. ഇത്ര ഒരു തിയേറ്റർ വന്ന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ടോ തോന്നില്ല. നമ്മുടെ ജനഗണമന അതുമായിട്ട് അതിന് പകുതി വരെ വന്നിട്ടില്ല. നല്ല കോമഡിയാണോ? എല്ലാം ഉണ്ട്. പൊളിറ്റിക്കൽ കോമഡി എല്ലാം. ലിജോയുടെ പഴയ പടം പോലെയാണോ? ഏകദേശം. നീമ്പോളി എങ്ങനെയുണ്ട്? നീൻപൊളി കൊള്ളാം, ഒരു തിരിച്ചുവരവായിട്ട്. ജനഗണമന ഇതൊരു വേറൊരു ടൈപ്പാണ്. കോമഡി, പാട്രോട്ടിസം അങ്ങനെയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും മിക്സാണ്. കോമഡി അല്ല, പൊളിറ്റിക്സ് ആണ്. ജനഗണമന അത്രയൊന്നുമില്ല. ജനഗണമന ലെവൽ പടമാണ്. എൻ്റർടൈനർ അല്ല, കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ, പിന്നെ ഇന്ത്യ റിലേറ്റഡ് നമുക്കൊരു പാട്രിയോട്ടിസം തന്നെയൊരു ടൈപ്പ് സാധനമാണ്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ട്രാക്കൊക്കെ മാറി. ആ ട്രാക്ക് മാറിയത് ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. കോമഡി അല്ല, ഒരു സെക്കൻഡ് ഹാഫിൽ കൊള്ളാം, നല്ല രസമുണ്ട്. കോംബോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്ക് എത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. നിവിൻ പോളിയിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു കോംബോയാണ്, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ തമ്മിലുള്ള കോമ്പോ കുറച്ചേ ഉള്ളൂ. ആദ്യം പറഞ്ഞ വലിയ ഇതില്ല. പൊളിറ്റിക്സ് തന്നെയാണ്. പൊളിറ്റിക്സ് ഫസ്റ്റ് ഹാഫിലാണ് മെയിനായിട്ട് പൊളിറ്റിക്സ് പറയണത്. കറന്റിലുള്ള ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണത്. നല്ല പടം. അത് പ്രതീക്ഷ പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അത് മാറ്റി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, സ്നേഹബന്ധം അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് മടുപ്പായി. ഓവറോള് ഒരു വൺ ടൈം വാച്ചബിൾ. നീമ്പോളി കൊള്ളാം, രസമുണ്ട്. പ്രത്യേകിച്ച് പറയാനായിട്ട് ആക്ടിങ് ഒന്നുമില്ല ഇതിൻ്റെ അത്, മനസ്സിലായില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അവസാനം ആ രീതിയിലോട്ട് പോകുന്നുണ്ട്. അവസാനം അതെ അതെ അതെ, നല്ലൊരു തിരിച്ചുവരവാണ്. ചിലയിടത്ത് കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ കാരണം അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ തരുന്നതുകൊണ്ട് നമ്മൾ തമാശ രീതിയിലല്ല കണ്ടിട്ടുള്ളൂ. ആ പുള്ളിക്ക് ആ സീരിയസ് മാസ് ചെറുതായിട്ട് വർക്കൗട്ടായില്ല.